മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘം വിപുലീകരിച്ചു. സുരക്ഷാ സംഘത്തിൽ 4 കമാൻഡോകളെ കൂടി ഉൾപ്പെടുത്തി. നിരന്തരമായി അദ്ദേഹത്തിന് RSSൽ നിന്ന് വധഭീഷണി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നുവെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അതീവ സുരക്ഷാ കാറ്റഗറിയിൽപ്പെട്ടയാളാണ് പിണറായി വിജയൻ. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും സുരക്ഷ വർദ്ധിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ ടെലിഫോണിൽ ചേരുന്നു. ജീവൻ, മുഖ്യമന്ത്രിയുടെ സ്വിച്ച് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ. ജോർജറ്റ്, നേരത്തെ തന്നെ ഈ കാര്യത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് RSS അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകൾ നിരന്തരമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കുകയും അദ്ദേഹത്തിന്റെ പരിപാടികൾ തടയുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി തീരുമാനിച്ചത്. നിലവിൽ അദ്ദേഹത്തിന് CMന്റെ എസ്കോർട്ട് വിഭാഗത്തിൽ നിന്നും ഹൈ സെക്യൂരിറ്റി വിഭാഗത്തിൽ നിന്നുള്ള ഒരു 12 അംഗ പോലീസ് സുരക്ഷ അദ്ദേഹത്തിന് നിലവിലുണ്ട്. അത് 16ആയി വർദ്ധിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി എവിടെ പോയാലും ഈ സംഘം അനുഗമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത നാൾ മുതൽ തന്നെ ഇവർ മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരമായ ഭീഷണി ഉയരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ 4 കമാൻഡോകൾ, 4 പോലീസ് കമാൻഡോകളുടെ സുരക്ഷ കൂടി മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജോർജറ്റ്, തിരുവനന്തപുരത്ത് ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ആഹ്വാനം നൽകിയ RSS നേതാവ് കുന്ദൻ ചന്ദ്രാവതിനെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മധ്യപ്രദേശ് സർക്കാർ ചന്ദ്രാവതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബജറ്റ് ചോർന്നുവെന്ന ആക്ഷേപത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും സർക്കാരിന് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള RSS നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ് വേണ്ടത്. ആ പ്രസംഗത്തിൻ്റെ പ്രത്യാഘാതം കേരളത്തിലാണ് ഉണ്ടാകുക. അത് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം കേരള പോലീസ് ആരംഭിക്കണം. ഇത് ഒരു ഭീകരവിരുദ്ധ നിയമപ്രകാരം തന്നെ കേസെടുക്കേണ്ടത് ഒരു കുറ്റകൃത്യമാണ്. മുഖ്യമന്ത്രിയെ വധിക്കാൻ ആഹ്വാനം നൽകിയ RSS നേതാവിനെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് സർക്കാർ തയ്യാറാകുന്നില്ല. കലാപത്തിനുള്ള ആഹ്വാനമാണ് കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയത്. ബജറ്റ് ചോർന്നുവെന്ന ആക്ഷേപത്തിൽ കഴമ്പില്ല. മാധ്യമപ്രവർത്തകർക്ക് നൽകാൻ തയ്യാറാക്കിയ കുറിപ്പ് നേരത്തെ നൽകിയതാണ് പ്രശ്നമായത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് വഴങ്ങില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കണക്കിലെടുത്തായിരിക്കും മദ്യനയത്തിൽ തീരുമാനം കൈക്കൊള്ളുക. ഇക്കാര്യത്തിൽ ഈ മാസം തന്നെ LDFൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂരിൽ സമാധാനമാണ് CPM ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ പാർട്ടി തുടരും. ഇതിനായി വിവിധ തട്ടുകളിൽ യോഗങ്ങൾ ചേർന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. LDF വിപുലീകരണം ഇപ്പോൾ അജണ്ടയിലില്ല. RSP UDFൽ നിൽക്കേണ്ടവരല്ലെന്നും MP വീരേന്ദ്രകുമാർ ശത്രുപക്ഷത്തെ മിത്രമാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ 1 കോടി രൂപ ഇനാം വാഗ്ദാനം ചെയ്ത RSS നേതാവ് കുന്ദൻ ചന്ദ്രാവതിനെതിരെ ഉജ്ജയിൻ പോലീസ് കേസെടുത്തു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിവാദ പ്രസ്താവനയുടെ പേരിൽ കുന്ദൻ ചന്ദ്രാവതിനെ RSSൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. പിണറായി വിജയനെതിരെ കൊലവിളി പ്രസംഗം നടത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ കേസെടുക്കാൻ BJP ഭരിക്കുന്ന മധ്യപ്രദേശ് സർക്കാർ കൂട്ടാക്കിയിരുന്നില്ല. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്തയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കുന്ദൻ ചന്ദ്രാവത്തിനെ RSSൽ നിന്നും പുറത്താക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതും ജാമ്യം ലഭിക്കുന്ന നിസ്സാര വകുപ്പുകൾ ചേർത്ത്. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് കേസെടുത്തതെന്ന് ഉജ്ജയിൻ SP MS വർമ്മ പറഞ്ഞു. കുന്ദൻ ചന്ദ്രാവത്തിന്റെ പ്രസംഗം ദേശീയ തലത്തിൽ RSSന് വലിയ ക്ഷീണമായിരുന്നു. ഇതാണ് ഇയാളെ പുറത്താക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. പൊതുവേദിയിൽ നടത്തിയ പ്രസ്താവനയിൽ ആദ്യം ഉറച്ചുനിന്ന കുന്ദൻ ചന്ദ്രാവത്ത് വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ രൂക്ഷമായതോടെ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കുന്നതായി പ്രസ്താവന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴ ആലിശ്ശേരിയിൽ DYFI പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു. വലിയകുളം തൈപ്പറമ്പ് നൌഷാദിന്റെ മകൻ മുസ്ഹിനാണ് കൊല്ലപ്പെട്ടത്. ആലിശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ രാത്രി അമ്പലപ്പറമ്പിലുണ്ടായ സംഘർഷത്തിനിടെയാണ് കുത്തേറ്റത്. കൊലയ്ക്ക് പിന്നിൽ RSSകാരാണെന്ന് DYFI ആരോപിച്ചു. ശ്രീപാദം ITCയിലെ വിദ്യാർത്ഥിയും DYFI യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമാണ് മുസ്ഹിൻ. പ്രദേശത്ത് വൈകിട്ട് 6 വരെ ഹർത്താൽ ആചരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡറേഷൻ നേതൃത്വത്തിൽ രൂപീകരിച്ച കൺസോർഷ്യം സംഭരിച്ച അരി വിപണിയിലെത്തി. ബംഗാളിൽ നിന്ന് എത്തിച്ച 800 മെട്രിക് ടൺ അരിയാണ് വിതരണത്തിന് തയ്യാറായിരിക്കുന്നതെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു.
1700 മെട്രിക് ടൺ അരി കൂടി മാർച്ച് 10-നകം കേരളത്തിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുത്ത 500 പ്രാഥമിക സംഘങ്ങളുടെ കൺസ്യൂമർ സ്റ്റോറുകളിലൂടെയും തെരഞ്ഞെടുത്ത ത്രിവേണി സ്റ്റോറുകളിലൂടെയും തിങ്കളാഴ്ച മുതൽ അരി വിതരണം ആരംഭിക്കും. 14 ജില്ലകളിലായി 500 കേന്ദ്രങ്ങൾ വഴിയാണ് അരി വിതരണം ചെയ്യുക. അരി വിതരണത്തിനുള്ള സംഘങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ആദിവാസി മത്സ്യത്തൊഴിലാളി മേഖലകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുമെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഏതാണ്ട് ഒരു 500 സംഘങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. നടത്താൻ ശേഷിയുള്ളതൊക്കെ ആയിട്ടുള്ള 500 സംഘങ്ങളെ കേരളത്തിൽ. ആ 500 സംഘങ്ങളെ സെലക്ട് ചെയ്ത് 6-ന് ആരംഭിച്ച് 10-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കുന്ന മട്ടിൽ 500 സംഘങ്ങളിലൂടെയും 25 രൂപ ക്രമത്തിന് അരി വിതരണം ആരംഭിക്കും. തെരഞ്ഞെടുക്കുന്ന ഓരോ സംഘങ്ങളിലും തിങ്കളാഴ്ചയ്ക്കകം 1.5 മെട്രിക് ടൺ വീതവും മാർച്ച് 10-നകം 3.5 മെട്രിക് ടൺ അരി വീതവും നൽകും. അരിയുടെ വിപണി വില നിയന്ത്രണ വിധേയമാകുന്നതുവരെ തുടർച്ചയായ വിതരണം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കിലോയ്ക്ക് 27 രൂപ വില വരുന്ന അരി 2 രൂപ നഷ്ടം സഹിച്ചാണ് പ്രാഥമിക സംഘങ്ങൾ 25 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത്. ഒരു കുടുംബത്തിന് തുടക്കത്തിൽ 5 കിലോയും തുടർന്നുള്ള ആഴ്ചകളിൽ 10 കിലോ അരിയും വീതവും നൽകാനാണ് ലക്ഷ്യമിടുന്നത്. അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം ഏണിക്കരയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാസിക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സൈനികൻ റോയി മാത്യുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. അതിനിടെ റോയി മാത്യുവിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതായി പരാതി ഉയർന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം 1 മണിക്കൂർ ട്രോളിയിൽ കിടത്തി. നാസിക്കിൽ മരിച്ച സൈനികൻ റോയി മാത്യുവിന്റെ മരണത്തിൽ ദുരൂഹത അന്വേഷിക്കണമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. മഹാരാഷ്ട്ര പോലീസുമായി ചേർന്ന് തുടരന്വേഷണം നടത്തും. അതേസമയം മരണത്തിന്റെ കാരണം വ്യക്തമാകും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് റോയി മാത്യുവിന്റെ ബന്ധുക്കളും നാട്ടുകാരും വ്യക്തമാക്കി. റോയി മാത്യുവിന്റെ ഭാര്യ ഫിനി മാത്യുവും രക്ഷിതാക്കളും പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് പോസ്റ്റ്മോർട്ടത്തിനും അന്വേഷണത്തിനും സാഹചര്യം ഒരുങ്ങിയത്. കൊട്ടാരക്കര റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതേസമയം സംസ്ഥാന സർക്കാർ ഇടപെട്ടതുകൊണ്ടാണ് മൃതശരീരം വിട്ടുകിട്ടിയതെന്ന് റോയി മാത്യുവിന്റെ വീട്ടിൽ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ദുരൂഹത ബന്ധുക്കൾക്കുള്ളതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ശക്തമായി ഇടപെട്ട് പോസ്റ്റ്മോർട്ടം ഇവിടെ നടത്താൻ വീണ്ടും തീരുമാനിച്ചത്. സാധാരണ പട്ടാളം അവർ മിലിറ്ററി പോസ്റ്റ്മോർട്ടം നടത്തിയ ഇവിടെ വന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ സമ്മതിക്കാറില്ല. ഞാനാണ് രാവിലെ ഇടപെട്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്തു. ആഭ്യന്തര സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ബന്ധുക്കൾക്ക് സംശയമുണ്ട്, ആശങ്ക ഉള്ളതുകൊണ്ട് ബന്ധുക്കളുടെ ആശങ്ക ദൂരീകരിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ബാധ്യതയാണ്. എഴുകോൺ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ അന്വേഷണത്തിന് പോലീസ് നാസിക്കിലേക്ക് പോയേക്കും. സൈന്യത്തിന്റെ തുടക്കം മുതലുള്ള ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്നും സത്യം പുറത്തുവരുന്നതുവരെ നിയമ നടപടി തുടരുമെന്നും ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു. കൊട്ടിയൂർ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ നവജാത ശിശുവിനെ പാർപ്പിച്ച വയനാട് വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രം സൂപ്രണ്ടിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. സൂപ്രണ്ട് ചികിത്സയ്ക്ക് പോയെന്നാണ് ദത്തെടുക്കൽ കേന്ദ്രത്തിന്റെ വിശദീകരണം. എവിടെയുള്ളത് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ശ്രമിക്കുന്നുണ്ട്. എവിടെ പോയതാണെന്ന് അവർ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയതാണെന്നാണ് പറഞ്ഞ്. എവിടെയുണ്ടെന്ന് കൃത്യമായിട്ടൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പം ഒന്നും അറിയില്ല. പോയിട്ട് ചെയ്യാം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് പകർത്തിയതായി മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊഴി. അഭിഭാഷകന് കൈമാറിയ ഫോണിലാണ് ദൃശ്യങ്ങൾ ഉള്ളതെന്നും സുനി മൊഴി നൽകി. സുനി മാത്രമാണ് നടിക്കെതിരെ ക്രൂരകൃത്യം നടത്തിയതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യപ്രതി സുനിൽകുമാർ ഈ ദൃശ്യങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഇത് മറ്റൊരു ഫോണിലേക്ക് പകർത്തിയെന്നും ഈ ഫോണാണ് അഭിഭാഷകന് കൈമാറിയിരുന്നത് എന്നുമാണ് സുനിയുടെ മൊഴി. നേരത്തെ സുനിയുടെ അമ്പലപ്പുഴയിലെ സുഹൃത്തുക്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടതായി പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അമ്പലപ്പുഴയിലെ പരിശോധനയിൽ മെമ്മറി കാർഡുകൾ ഉൾപ്പെടെ പോലീസ് സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് മൊബൈൽ ഫോണുകളിലേക്കും മെമ്മറി കാർഡുകളിലേക്കും സുനി ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നാണ്. എന്നാൽ കോയമ്പത്തൂരിൽ നിന്നടക്കം പിടിച്ചെടുത്ത 12 വസ്തുക്കളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നെങ്കിലേ ദൃശ്യങ്ങൾ തേടിയുള്ള അന്വേഷണത്തിന് വ്യക്തത കൈവരികയുള്ളൂ. അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച മൊബൈൽ ഫോണും വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സുനി, വിജീഷ് എന്നിവരുടെ പോലീസ് കസ്റ്റഡി നാളെ അവസാനിക്കുമെന്നിരിക്കെ മറ്റെവിടെയൊക്കെയാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്, സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളറിയാൻ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം. സുനി മാത്രമാണ് നടിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗവും PA സിദ്ധാർത്ഥ മേനോൻ അന്തരിച്ചു. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3-ന് സംസ്കാരം നടക്കും. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗവും മുൻ KSEB ചെയർമാനുമായിരുന്ന സിദ്ധാർത്ഥ മേനോൻ മരണപ്പെട്ടത്. ഹൃദ്രോഗത്തെ തുടർന്ന് കുറച്ചുകാലമായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വൈകിയാണ് വീട്ടിലെത്തിയത്.
പിന്നീട് പുലർച്ചെ ബാത്റൂമിൽ പോകുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നുവെന്ന് ബന്ധുക്കളും ഭാര്യയും പറയുന്നു. ഉടൻ തന്നെ ഭാര്യയും മറ്റും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കൈരളി ടിവിയുടെ തുടക്കം മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. കൃഷിയെയും കാർഷിക മേഖലയും ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖമാണ്. വളരെയേറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അയൽക്കാരൻ, ഒരു സ്നേഹിതൻ, എപ്പോൾ കണ്ടാലും പുഞ്ചിരിയോടുകൂടി ഞങ്ങളോട് വർത്തമാനം പറയുന്ന, ഞങ്ങളോട് ക്ഷേമാന്വേഷണം നടത്തുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. പുതിയതരം കൃഷിരീതികളെ സ്വന്തം ജീവിത രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശൈലി. രാവിലെ ഞെട്ടലോടുകൂടിയാണ് സിദ്ധാർത്ഥ മേനോൻ്റെ അയൽവാസികളും മറ്റും വിവരമറിയുന്നത്. ഭാര്യയും 2 മക്കളുമാണ് ഇദ്ദേഹത്തുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകൾ എത്തിയ ശേഷം മാത്രമേ നാളെ സംസ്കാരമുണ്ടാകുകയുള്ളൂ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഔദ്യോഗിക ജീവിതത്തിലും സാംസ്കാരിക മേഖലകളിലും ഉയരങ്ങൾ കീഴടക്കുമ്പോഴും മണ്ണിനെ മറക്കാത്ത ജീവിതമാണ് സിദ്ധാർത്ഥ മേനോൻ നമുക്കായി കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച നന്മയുടെ ഗന്ധമുള്ള ഒരു പിടി ഓർമ്മകൾ ബാക്കിവെച്ചാണ് സിദ്ധാർത്ഥ മേനോൻ കൈരളിയുടെയും ജീവിതത്തിന്റെയും പടിയിറങ്ങിപ്പോകുന്നത്. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നതിലപ്പുറം വൈദ്യുതി ബോർഡ് ചെയർമാൻ എന്ന നിലയിലും തന്റേതായ സംഭാവനകൾ സിദ്ധാർത്ഥ മേനോൻ നൽകിയിരുന്നു. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും മണ്ണിനെ അറിഞ്ഞവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കേരളത്തിലെ കൃഷിക്കാരെയും നൂതന കൃഷിരീതികളെയും പരിചയപ്പെടുത്തുന്ന ഭൂമിഗീതം എന്ന കാർഷിക പരിപാടി മലയാളികൾക്ക് സമ്മാനിച്ചതും ഇദ്ദേഹമായിരുന്നു. പരിപാടിയിലെ വാക്കുകൾക്കപ്പുറം കൃഷിയുടെ നന്മ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തി കൂടെയായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കൃഷിയെ സ്നേഹിച്ച, കൈരളിയെ സ്നേഹിച്ച സിദ്ധാർത്ഥ മേനോൻ സാറിന് കൈരളി കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്. സിദ്ധാർത്ഥ മേനോന്റെ നിര്യാണത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്കും കാർഷിക വളർച്ചയ്ക്കും സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു സിദ്ധാർത്ഥ മേനോനെന്ന് കോടിയേരി പറഞ്ഞു. കൈരളി ടിവിയുടെ വളർച്ചയ്ക്ക് നിസ്തുല സംഭാവനയാണ് അദ്ദേഹം നൽകിയതെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. നിര്യാണത്തിൽ കൈരളി TV സ്ഥാപക ഡയറക്ടറും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ട്രഷററുമായ PV അബ്ദുൽ വഹാബും അനുശോചനം രേഖപ്പെടുത്തി. കൊല്ലം ജില്ലയുടെ മഴക്കാടുകൾ ഉൾപ്പെട്ട കിഴക്കൻ മലയോര പ്രദേശത്ത് വെള്ളം കിട്ടാക്കനി. കടുത്ത വേനലിൽ പോലും വറ്റാത്ത വനത്തിലെ നീരുറവകൾ വറ്റിവരണ്ടു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പിറവന്തൂർ പഞ്ചായത്തിലെ മൈക്കാമൺ കുളത്തിലെ വെള്ളം ഉപയോഗിക്കണമെന്ന് ആവശ്യമുയരുകയാണ്. കൊല്ലം പത്തനാപുരം വെള്ളം തെറ്റി ഫോറസ്റ്റ് സെക്ഷന്റെ പരിധിയിൽപ്പെട്ട പിറവന്തൂർ പഞ്ചായത്തിലെ 1 മുതൽ 6 വരെ ഉൾപ്പെടുന്ന വനത്താൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാട്ടാറുകളിലെ വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരിക്കലും പറ്റാത്ത ഇത്തരം നീരുറവകൾ വറ്റിയതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ വലയുന്നു. കടശ്ശേരി, ചെമ്പനരുവി, മൈക്കാമൈൻ, പെരുന്തോയി, കറവൂർ, പുന്നല പ്രദേശങ്ങൾ ഫലത്തിൽ ഉഷ്ണമേഖലയായി. ഇത്തരം കാലത്തിനകം വെള്ളം പറ്റിയിട്ടില്ല. ഞാനൊരു 10-12 വയസ്സ് ഉള്ളപ്പം ഈ നാട്ടിൽ വന്ന അന്ന് തൊട്ട് ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അന്ന് വെള്ളമുണ്ട്, ഇതുപോലെ ഇല്ലാതെ വന്നിട്ടില്ല. ഇപ്പം അങ്ങില്ല. ഇപ്പം എന്ത് ചെയ്യാൻ? ഇതുപോലൊക്കെ വെള്ളം വന്നാൽ എങ്ങനെ കുളിക്കാണ്ട്? ഈ വെള്ളത്തിൽ എത്ര നേരം കുളിക്കുക, എത്ര തുണി കഴിയും? കിണറെല്ലാം പറ്റിപ്പോയി. ഈ സൈഡിൽ വന്ന് ഒരു കുളം കുഴിച്ചിട്ട് അത് ഓര് കൊണ്ട് കുളിക്കാനാണ്ട് വെള്ളം കണ്ടോ. മുമ്പ് ഇത്രയും വരൾച്ച വന്നിട്ടില്ല, ഇപ്പോഴാ ഇത്രയും ക്ഷാമമായത്. കുടിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം ഈ വെള്ളത്തിലാണ്. വേറെ വെള്ളമൊന്നും ഇല്ല. ഇവർ വേലി കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റത്തില്ല. ഇച്ചിരിയും വെള്ളമേ ഉള്ളൂ. കോരി കഴിയുമ്പോൾ ഓര് കട്ട പിടിച്ചാൽ ഓര്. പിറവന്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ മൈക്ക ഖനനം ചെയ്ത് രൂപം കൊണ്ട കുളത്തിലെ വെള്ളം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇത് മൈക്ക ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു കുളമാണ്. ധാരാളം വെള്ളം ഇപ്പം കിടപ്പുണ്ട്. ഈ വെള്ളം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടി സർക്കാർ, വാട്ടർ അതോറിറ്റി എല്ലാം കൂടി ചേർന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ പ്രദേശത്ത് ഇപ്പം നിലനിൽക്കുന്ന ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയും. മഴക്കാടുകൾ പോലും വരണ്ടുണങ്ങുന്നത് മനുഷ്യവാസത്തിന് ഭീഷണിയാകുമെന്ന ആശങ്ക പരിസ്ഥിതിവാദികളും ഗവേഷകരും ഉന്നയിക്കുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ മലയോര മേഖലയിൽപ്പെട്ട ഈ മൈക്കാമൺ കുളത്തിൽ നിന്നുള്ള ജലം നാട്ടുകാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നാണ് ആവശ്യം. മൈക്കാമണ്ണിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. വാർത്തകളിലേക്ക്. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ രാമകൃഷ്ണൻ നിരാഹാര സമരം ആരംഭിച്ചു. ചാലക്കുടിയിൽ മണിയുടെ പ്രതിമ അനാച്ഛാദനത്തിന് ശേഷമാണ് രാമകൃഷ്ണനും സഹോദരങ്ങളും നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കലാഭവൻ മണിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസ് CBI ഏറ്റെടുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹോദരൻ രാമകൃഷ്ണനും ബന്ധുക്കളും നിരാഹാര സമരം ആരംഭിച്ചത്.
അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസിന് മരണകാരണത്തെ സംബന്ധിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. അന്വേഷണം സിബിഐക്ക് കൈമാറാൻ സർക്കാർ തീരുമാനമെടുത്തെങ്കിലും സിബിഐ കേസ് ഏറ്റെടുത്തിട്ടില്ല. സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാരോപിച്ചും അന്വേഷണം സിബിഐ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് സമരം. രാമകൃഷ്ണന്റെ നൃത്തവിദ്യാലയമായ കലാഗ്രഹത്തിന് മുന്നിൽ മണിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് നിരാഹാര സമരം ആരംഭിച്ചത്. പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തണം, അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന ആവശ്യവുമായി ഉടൻ തന്നെ സിബിഐ ഇത് ഏറ്റെടുക്കാനുള്ള കരുണ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 3 ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മണിയുടെ സഹോദരിമാരും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം കലാഭവൻ മണിയുടെ ഭാര്യ നിമ്മിയും മകളും രാമകൃഷ്ണൻ നടത്തുന്ന സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന കലാഭവൻ മണി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. തിങ്കളാഴ്ച നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉത്തർപ്രദേശിൽ 49 മണ്ഡലങ്ങളിലായി നടന്ന 6ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. ദളിത് മുസ്ലിം സ്വാധീന മണ്ഡലങ്ങളിൽ പോളിംഗ് വർദ്ധിച്ചത് BSPക്ക് പ്രതീക്ഷയായി. എന്നാൽ മുലായം സിംഗിന്റെ ശക്തി കേന്ദ്രമായ അസംഗറിൽ വോട്ടിംഗ് കുറഞ്ഞത് സമാജ്വാദി പാർട്ടിയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. അതേസമയം ഇറോം ശർമിളയുടെ രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് ശ്രദ്ധേയമായ മണിപ്പൂരിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് ബാക്കിയുണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ 90 സീറ്റുകളിൽ 49 മണ്ഡലങ്ങളിലായിരുന്നു 6ാം ഘട്ട തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 5 ഘട്ടത്തിലേതുപോലെ വോട്ടർമാരുടെ മികച്ച സാന്നിധ്യമാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ഉണ്ടായത്. കഴിഞ്ഞ തവണ ഈ മേഖലയിൽ 27 സീറ്റുകൾ നേടി സമാജ്വാദി പാർട്ടി വ്യക്തമായ മുന്നേറ്റം നേടിയതാണ്. എന്നാൽ മുലായം സിംഗിന്റെ ശക്തി കേന്ദ്രമായ അസാംഗറിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞു. ഇതോടെ പ്രചാരണത്തിന് മുലായം നേരിട്ട് രംഗത്തിറങ്ങാത്തത് തിരിച്ചടിയായെന്ന ആശങ്ക പ്രവർത്തകർക്കിടയിൽ ശക്തമായി. വിവാദ മാഫിയ നേതാവും MLAയുമായ മുക്താർ അൻസാരി മത്സരിച്ച മവു മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. മുസ്ലിം യാദവ് വിഭാഗങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് BSPക്ക് പ്രതീക്ഷ കൂട്ടി. അതേസമയം ചരിത്രപരമായ പോളിംഗ് ആണ് മണിപ്പൂരിൽ രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ സ്ത്രീകളുടെ നീണ്ട നിര ദൃശ്യമായി. 15 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിനേക്കാൾ ഇറോം ശർമിളയുടെ രാഷ്ട്രീയ പ്രവേശനം കൊണ്ടായിരുന്നു മണിപ്പൂർ ഇത്തവണ ശ്രദ്ധേയമായത്. മുഖ്യമന്ത്രി ഇബോബി സിംഗിനെതിരെ തൗബാൾ മണ്ഡലത്തിൽ നിന്നാണ് ഇറോം ശർമിള മത്സരിച്ചത്. ഇതിനിടയിൽ ബുധനാഴ്ചത്തെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപായി വാരാണസിയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു BJPയുടെ റോഡ് ഷോ. പിന്നാലെ അഖിലേഷ് യാദവ്, രാഹുൽ ഗാന്ധി എന്നിവരുടെ സംയുക്ത റോഡ് ഷോ, മായാവതിയുടെ തെരഞ്ഞെടുപ്പ് റാലി എന്നിവ കൊണ്ട് ദേശീയ രാഷ്ട്രീയം വാരാണസിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉത്തർപ്രദേശിന്റെ കടിഞ്ഞാൺ ആരിലേക്കെന്നറിയാൻ ഇനി ഒരു ഘട്ടം മാത്രം. ഇതിനിടയിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ ബലാബലത്തിനാണ് വാരാണസി സാക്ഷ്യം വഹിക്കുന്നത്. മനുശങ്കർ, ദില്ലി. ആലപ്പുഴ പാതിരപ്പള്ളിയിലെ കേരള ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിനെ കേരളത്തിലെ മികച്ച സ്ഥാപനമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് വ്യവസായ മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ആലപ്പുഴയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ KSDPയും ഓട്ടോകാസ്റ്റും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയും വിധം KSDPയെ ശക്തമായ വൈവിധ്യവൽക്കരണം നടത്തുമെന്ന് വ്യവസായ മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ഒരു കാലത്ത് ലാഭത്തിലായിരുന്ന കമ്പനിയെ ഗതകാല പ്രൗഢിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെ സ്ഥാപിക്കുന്നത് പരിഗണനയിലാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. KSDP ഉൽപ്പാദിപ്പിക്കുന്ന മരുന്ന് വിറ്റഴിക്കാൻ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ പ്രൗഢിയിലുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തെ ആ ഗതകാല പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ്റും ഇതിൻ്റെ ഭരണസമിതിയും എല്ലാം കൂടി ചേർന്ന് MDയും ചെയർമാനും എല്ലാം കൂടി ആസൂത്രണം ചെയ്തത്. LDF സർക്കാർ കമ്പനിയെ നല്ല നിലയിൽ എത്തിക്കുമെന്നതിന് ഉദാഹരണമാണ് ബജറ്റിലെ സമീപനം. കമ്പനിയുടെ നഷ്ടം നികത്തുന്നതിനായി നഷ്ടസംഖ്യ ഓഹരിയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവഴി 106 കോടി രൂപ ബാങ്കുകൾ വഴി ശേഖരിക്കുന്നതിന് സാധിക്കും. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി 60 കോടി രൂപയ്ക്കുള്ള മരുന്നിന് ഓർഡർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. LDF സർക്കാർ ഒരിക്കലും പൊതുമേഖലയെ കൈയൊഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാപനത്തിലെത്തിയ മന്ത്രിയെ ചെയർമാൻ CB ചന്ദ്രബാബു, മാനേജിംഗ് ഡയറക്ടർ S ശ്യാമള എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.